നമസ്കാരം. അമേരിക്കയിലും മെക്സിക്കോയിലും കാനഡയിലുമായി ഇന്നലെ മുതൽ ആരംഭിച്ച ലോകകപ്പ് ഫുട്ബോളുമായി ബന്ധപ്പെട്ട് എല്ലാ ദിവസവും ഓരോ വീഡിയോ ചെയ്ത് തുടങ്ങുക എന്നതാണ് എൻ്റെ ഒരു ആഗ്രഹവും ലക്ഷ്യവും. ഞാനൊരു ഫുട്ബോൾ പണ്ഡിതനല്ല, അതുകൊണ്ട് തന്നെ ഫുട്ബോളിനെ ആഴത്തിൽ മനസ്സിലാക്കുന്ന ആരും ഈ വീഡിയോ കാണരുത് എന്ന അഭ്യർത്ഥന എനിക്കുണ്ട്. സാധാരണക്കാരായ മറുനാടൻ്റെ പ്രേക്ഷകർക്ക് വളരെ ലളിതമായി ഒരു ദിവസം നടന്ന പ്രധാനപ്പെട്ട സംഭവങ്ങൾ ചുരുക്കി പറഞ്ഞു കൊടുക്കുകയാണ് എൻ്റെ ലക്ഷ്യം. എന്ന് വെച്ചാൽ ലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ലോകകപ്പ് ഫുട്ബോളിനെ കുറിച്ച് അടിസ്ഥാനപരമായി ഓരോ ദിവസവും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, പ്രധാനപ്പെട്ട കാര്യങ്ങൾ, മറ്റു മാധ്യമങ്ങൾ പലതും ശ്രദ്ധിക്കാത്ത കാര്യങ്ങളൊക്കെ ചേർത്തായിരിക്കും ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. വടക്കേ അമേരിക്കൻ ഭൂഖണ്ഡത്തിലെ ടൈം സോണിൻ്റെ വ്യത്യാസം മൂലം നമുക്കൊരു 10-12 മണിക്കൂറിൻ്റെ വ്യത്യാസമുള്ളത് കൊണ്ട് 2 ദിവസമായി സ്പ്രെഡ് ചെയ്തായിരിക്കും നമുക്ക് ഒരു ദിവസത്തെ മാച്ച് നടക്കുന്നത്. ഒന്നാം ദിവസത്തെ രണ്ടാമത്തെ മാച്ച് ഇന്നലെ ഇന്ത്യൻ സമയം വെളുപ്പിനാണ് നടന്നത്. അതിൽ സൗത്ത് കൊറിയ 1-2 ഗോളിന് ചെക്ക് റിപ്പബ്ലിക്കിനെ തോൽപ്പിച്ചു. രണ്ടാം ദിവസത്തെ ആദ്യ മാച്ച് ഇന്ത്യൻ സമയം ഇന്നലെ രാത്രി 12:30, അതായത് ഇന്ന് വെളുപ്പിന് 12:30 ബോസ്നിയയും കാനഡയും തമ്മിൽ നടന്നു. സമനിലയിൽ പിരിഞ്ഞു. ഇരു ടീമുകളും ഓരോ ഗോൾ വീതം നേടിയാണ് 3 പോയിന്റുകൾ വീതം ആദ്യ മാച്ചിനെ മറികടന്നത്. രണ്ടാം ദിവസത്തെ രണ്ടാമത്തെ മാച്ച് ഇന്ന് ഇന്ത്യൻ സമയം വെളുപ്പിന് 7:30 അത് അല്പം മുമ്പ് കഴിഞ്ഞു. അമേരിക്കയും പരാഗ്വേയും ഏറ്റുമുട്ടുകയായിരുന്നു. ഈ ലോകകപ്പിലെ ആദ്യത്തെ സെൽഫ് ഗോളിന് പരാഗ് വഴങ്ങിക്കൊടുത്തു. കളിയുടെ 7-ാം മിനിറ്റിലാണ് പരാഗ്വേയുടെ ഡാമിയൻ ബോബാദില്ല അമേരിക്കയ്ക്ക് സെൽഫ് ഗോൾ സമ്മാനമായി കൊടുത്തത്. ഇതോടെ അമേരിക്കയുടെ ആത്മവിശ്വാസം ഇരട്ടിച്ചു. ഫോലാറ ബാലകൻ 2 ഗോളുകൾ കൂടി ആദ്യ പകുതിയിൽ തന്നെ എടുത്തപ്പോൾ അമേരിക്ക 3 ഗോളിലെത്തി. രണ്ടാം പാതിയിൽ 73-ാം മിനിറ്റിൽ പരാഗ്വേയുടെ ആദ്യ ഗോൾ പിറന്നു. കളി അവസാനിക്കുന്നതിന് ഏതാനും സെക്കൻഡുകൾക്ക് മുമ്പ് അമേരിക്കയുടെ 4ാമത്തെ ഗോളും പിറന്നു. അമേരിക്ക വെറുതെയല്ല ഇക്കുറി മത്സരം ഹോസ്റ്റ് ചെയ്യുന്നത് എന്ന് വ്യക്തമാക്കുന്ന തരത്തിൽ ശ്രദ്ധേയമായ തുടക്കമിട്ടാണ് യുദ്ധം ആരംഭിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ മലയാളികൾ ഏറ്റവും അധികം ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് വിജയം ഉറപ്പില്ലാത്ത ഒരു മത്സരത്തിനായിരിക്കും. ഇന്ന് രാത്രി 12:30 ഖത്തറും സ്വിറ്റ്സർലൻഡും ഗ്രൂപ്പ് ബിയിൽ ഏറ്റുമുട്ടുമ്പോൾ ഒരുപക്ഷെ കളി തുടങ്ങുമ്പോൾ മലയാളിയുടെ നെഞ്ചെടുപ്പ് അതിശക്തമായിരിക്കും. സ്വന്തമായി ലോകകപ്പ് ഹോസ്റ്റ് ചെയ്തിട്ടും കഴിഞ്ഞ തവണ 1 ഗോൾ മാത്രമാണ് ഖത്തറിന് എടുക്കാൻ കഴിഞ്ഞത്. ഖത്തർ ഒരുപാട് ഉയരത്തിലേക്കൊന്നും പോകുമെന്ന വിശ്വാസം ആർക്കുമില്ല. എന്നിരുന്നാലും ഖത്തറിൻ്റെ മത്സരം മലയാളികളുടെ നെഞ്ചെടുപ്പേറ്റുന്നത് ചരിത്രത്തിൽ ആദ്യമായി ഒരു ഇന്ത്യക്കാരൻ, അതും ഒരു മലയാളി, ലോകകപ്പിൽ കളിക്കുമോ എന്നറിയാനാണ്. നമുക്കറിയേണ്ടത് ഖത്തർ ടീമിൽ ഇടം പിടിച്ച 26 കളിക്കാരിൽ ഒരാളായ കണ്ണൂർ വളവട്ടണം സ്വദേശിയായ തഹ്സീൻ മുഹമ്മദ് ജംഷീദ് കളിക്കാൻ ഇറങ്ങുമോ എന്നാണ്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ തന്നെ തഹ്സീൻ ചരിത്രം സൃഷ്ടിച്ചു കഴിഞ്ഞു. നമുക്ക് IM വിജയനെയും VP സത്യനെയും ജോപോൾ അഞ്ചേരിയെയും ഒക്കെ നന്നായി അറിയാമെങ്കിലും ഈ ലോകകപ്പ് വരെ അറിയാത്ത കഥാപാത്രമാണ് തഹ്സീൻ. തഹ്സീൻ്റെ ഉമ്മ വളവട്ടംകാരാണ്, ഉപ്പ തലശ്ശേരിക്കാരും. എന്നാൽ ദീർഘകാലമായി അവർ ഖത്തറിൽ സെറ്റിൽ ചെയ്തിരിക്കുന്നു. ഖത്തർ പൗരത്വം എടുത്തിരിക്കുന്നു. മകൻ തഹ്സീൻ ഖത്തർ പൗരനാണ്. മലയാളം അറിയാം, മലയാളിയാണ് എന്നത് വാസ്തവമാണെങ്കിലും ഖത്തർ പൗരത്വം എടുത്താണ് മത്സരത്തിന് ഇറങ്ങുന്നത്. കേവലം 19 വയസ്സ് മാത്രമേ തഹ്സീനുള്ളൂ എന്നോർക്കണം. ആ തഹ്സീൻ കളിക്കിറങ്ങുമോ എന്നറിയാനാണ് മലയാളി നെഞ്ചിടിപ്പോടെ ലോകമെമ്പാടും കാത്തിരിക്കുന്നത്. ഇന്ന് ഖത്തർ 11-ൽ തഹ്സീൻ ഉണ്ടെങ്കിൽ മലയാളിക്ക് ഇതിനേക്കാൾ വലിയ ഒരു ആവേശമുണ്ടാവില്ല. ലോകകപ്പിൽ നമ്മളൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ ഒരു മലയാളി കളിച്ചു എന്നതിനേക്കാൾ വലിയ അഭിമാനം വേറെന്തുണ്ട്? ഇന്നേ വരെ ലോകകപ്പിൽ കളിക്കാൻ ഇന്ത്യ എന്ന മഹാരാജ്യത്തിന് ഒരു ടീമിനെ ഒരുക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് ഓർക്കണം. എന്നാൽ ഖത്തർ എന്ന ഒരു ചെറു രാജ്യം ആ ലോകകപ്പിൽ പങ്കെടുക്കുമ്പോൾ നമ്മളിൽ ഒരാൾ അതിൻ്റെ ഭാഗമാണ് എന്നത് അയാൾ ഇന്ത്യൻ പൗരൻ അല്ലെങ്കിൽ കൂടി ആവേശഭരിതമാണ്. അതുകൊണ്ട് തന്നെ മലബാർ ഇന്നുറങ്ങില്ല, പ്രത്യേകിച്ച് മലപ്പുറം ഇന്നുറങ്ങില്ല. ലോകത്തൊരുപക്ഷെ മലപ്പുറത്തുള്ളത്രയും ഫുട്ബോൾ പ്രേമികൾ മറ്റൊരിടത്തും ഉണ്ടാവാൻ സാധ്യതയില്ല. രാത്രി 12:30 ഖത്തറിൻ്റെ കളി കാണാൻ അവർ ആവേശത്ത് ബിഗ് സ്ക്രീനിന് മുമ്പിലിരിക്കും. അതിനുശേഷം അവർക്ക് ഉറങ്ങാൻ ഇടം കിട്ടില്ല. നാളെ രാവിലെ 3:30 ബ്രസീലിൻ്റെ ആദ്യ മാച്ചാണ്. ബ്രസീലും മൊറോക്കയും ന്യൂജേഴ്സിയിൽ നാളെ ഏറ്റുമുട്ടുമ്പോൾ ബ്രസീലിൻ്റെ ഭാവിയെക്കുറിച്ചൊരു സൂചന കിട്ടും. ലോകകപ്പിൽ അട്ടിമറി സൃഷ്ടിച്ച് പേരെടുത്തിട്ടുള്ള രാജ്യമാണ് മൊറോക്ക. ആദ്യമായി പ്രീ ക്വാർട്ടറിൽ കയറിയ ആഫ്രിക്കൻ രാജ്യമായി കഴിഞ്ഞ തവണ മൊറോക്ക മാറി. ആ മൊറോക്കയും ബ്രസീലും ഏറ്റുമുട്ടുമ്പോൾ ഒരുപക്ഷെ ഈ മത്സരത്തിലെ ഏറ്റവും ആദ്യത്തെ ചൂടേറിയ മത്സരമായി മാറാം. ഇനി അധികം മാധ്യമങ്ങളിൽ കാണാത്ത മറ്റ് ചില ചെറുവാർത്തകളിലേക്ക് പോവാം. സൗത്ത് ആഫ്രിക്കയും ചെക്ക് റിപ്പബ്ലിക്കും ഇന്നലെ ഏറ്റുമുട്ടിയപ്പോൾ സ്റ്റേഡിയത്തിൽ കാണികളില്ലാതിരുന്നത്
വിവാദമായിട്ടുണ്ട്. അതേസമയം ഫിഫ ഔദ്യോഗികമായി പറഞ്ഞത് 679 സീറ്റ് മാത്രമേ കുറവുള്ളായിരുന്നു, 44,495 സീറ്റ് ഉണ്ടായിരുന്നു എന്നാണ്. എന്നാൽ ദൃശ്യങ്ങളിൽ കണ്ടത് മുഴുവൻ ഒഴിഞ്ഞ സ്റ്റേഡിയമായിരുന്നു. ഫിഫ സാധാരണ മനുഷ്യരെ പിടിച്ചു പറിക്കുന്നത് കൊണ്ടാണ് ആളൊഴിഞ്ഞത് എന്നാണ് റിപ്പോർട്ട്. ഒരു ടിക്കറ്റിൻ്റെ ഏറ്റവും കുറഞ്ഞ ഗാലറി നിരക്ക് $867 എന്ന് വെച്ചാൽ ഏതാണ്ട് 80,000 രൂപ. ഏറ്റവും കൂടിയ നിരക്ക് $9,225, ഏതാണ്ട് 9 ലക്ഷം രൂപ. ഈ അമിതമായ നിരക്കാണ് ആളെ അകറ്റുന്നത് എന്ന വിമർശനം ശക്തമാണ്. മറ്റൊരു വിവാദം ഷക്കീരയുടെ പെർഫോമൻസിനെ കുറിച്ചാണ്. ഷക്കീര തന്നെയാണോ അതോ മറ്റാരെയോ ഷക്കീരയുടെ വേഷം കെട്ടിച്ച് ഇറക്കിയതാണോ എന്ന് ഷക്കീര ആരാധകർ ചോദിക്കുന്നു. ഷക്കീരയുടെ ഉടുപ്പും സൺഗ്ലാസും ചുവടുകളും ശരീരപ്രകൃതവും മുടിയും ഒക്കെയാണ് ഈ ഗൂഢാലോചന സിദ്ധാന്തത്തിന്റെ പിന്നിൽ. ഷക്കീര ആരാധകർ വിശ്വസിച്ചിട്ടില്ല അത് ഷക്കീരയാണെന്ന്. ഈ ലോകകപ്പ് ഫുട്ബോളിൽ മത്സരിക്കുന്ന ഏറ്റവും സുന്ദരനായ കളിക്കാരൻ ആരെ എന്ന ചർച്ച സോഷ്യൽ മീഡിയയിൽ സജീവമായിരിക്കുന്നു എന്നതാണ് മറ്റൊരു വിശേഷം. ആ നറുക്ക് വീണത് അർജന്റീനയുടെ റോഡ്രിഗോ ഡി പോളിനാണ്. റോഡ്രിഗോ ഗ്രീക്ക് ഗോൾഡൻ റേഷ്യോ അടിസ്ഥാനപ്പെടുത്തിയാണ് റോഡ്രിഗോ സുന്ദരനായി തെരഞ്ഞെടുക്കപ്പെട്ടത്. മറ്റൊരു വിശേഷം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. സ്കോട്ട്ലൻഡിൽ താമസിക്കുന്ന ജാക്ക് സോട്ടോറിന്റെയും ഹീത്തറുടെയും 2 ആൺമക്കൾ ഇക്കുറി ലോകകപ്പിൽ മത്സരിക്കുന്നുണ്ട്. ജോണും ഹാരിയും. ജോൺ സ്കോട്ട്ലൻഡ് ടീമിന്റെ ഭാഗമായി മത്സരിക്കുമ്പോൾ ഹാരി ഓസ്ട്രേലിയൻ ടീമിന്റെ ഭാഗമായി മത്സരിക്കുന്നു.